വടക്കൻ കേരളത്തിലേക്കാണ് പോകേണ്ടത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ, വാർത്തകൾ എന്തൊക്കെ നടക്കുന്നു എന്ന് നോക്കാം. ദൃശ്യ പുതിയടത്ത വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദൃശ്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി. ദൃശ്യ, എന്തൊക്കെയാണ് ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? ജിൽസി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനം തന്നെയാണ്. ഈ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം വൈകുന്നതിനിടെയാണ് ഇപ്പോൾ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് PV അൻവർ ഒരു പ്രതിനിധി സമ്മേളനം മലപ്പുറം മഞ്ചേരിയിൽ വെച്ച് നടത്തുന്നത്. വെള്ളിയാഴ്ചയാണ് ഡെറിക് ഒബ്രിയാൻ, മഹ്മൂദ് മൊയ്ത്ര എന്നിവർ ഈ മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്ക് എത്തിയത്. ഇന്നലെ അവർ പാണക്കാട്ട് പോയിരുന്നു, സാദിഖ് അലി തങ്ങളെ കണ്ടിരുന്നു. അതുകൂടാതെ തന്നെ താമരശ്ശേരി പോയി ബിഷപ്പിനെ കണ്ടിരുന്നു. അങ്ങനെ ചർച്ചകളൊക്കെ കാര്യമായി നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ പ്രതിനിധി സമ്മേളനം ഇന്ന് മലപ്പുറം മഞ്ചേരിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഇതിൽ രണ്ട് വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കുന്നുണ്ട്. വന്യജീവി ആക്രമണം, സംഘപരിവാറും ഇന്ത്യൻ ഭരണഘടനയും എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുകയാണ്. ഇത് മലപ്പുറം മഞ്ചേരിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇത് കൂടാതെ തന്നെ കോഴിക്കോട്ട് മന്ത്രിമാരായ AK ശശീന്ദ്രൻ, V അബ്ദുറഹിമാൻ എന്നിവർ ഇന്ന് ജില്ലയിലുണ്ട്. ഇവരിന്ന് വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നമുക്ക് പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ തന്നെ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് ഇന്നലെ തുടങ്ങിയതാണ്, അതിന് ഇന്ന് സമാപനമാവുകയാണ്. ഇന്നലെ സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തതാണ് ക്യാമ്പ്. അതിൽ ഇന്ന് ജിഫ്രി തങ്ങൾ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥനയോടെ ആയിരിക്കും ഈ ഒരു ക്യാമ്പ് അവസാനിക്കുക. ഇത് 25ാമത് ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് അത് സമാപിക്കുകയാണ്. ഇങ്ങനെ വളരെ ചുരുക്കം വാർത്തകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതുകൂടാതെ തന്നെ മന്ത്രിമാരും ഒക്കെ ജില്ലയിലുള്ളത് കൊണ്ട് തന്നെ മറ്റു പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിൽസി, തീർച്ചയായിട്ടും ദൃശ്യം, എന്തായാലും നമുക്ക് അത്തരം പ്രതീക്ഷകൾ കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളൊക്കെ മന്ത്രിമാരുടെ ഭാഗത്ത് വരാനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പലതരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ